എന്റെ പൊന്നില്ലതേ, അതിന് അവൾക്ക് ഇവിടെ എന്താ ഇത്ര പണി? ഒരു പണിയില്ല. രാവിലെ എണീറ്റ് അടുക്കളയിൽ കയറി കാപ്പിക്കുള്ളതും ഉച്ചക്കത്തേനുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കും. പിന്നെന്താ, തുണിയൊക്കെ അലക്കിയിടും. അവരോരിടുന്ന തുണി അവരോര് അലക്കണ്ടേ? പിന്നെ അവളാകുമ്പത്തേനും അവന്റെ തുണിയും കൂടെ അലക്കണം. എനിക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് എന്റെ തുണിയും കൂടെ നനച്ചിടണം. ഇത്ര വലിയ പണിയാണോ? എല്ലാവരും നോർമലായിട്ട് എല്ലാ വീട്ടിലും ചെയ്യുന്ന കാര്യമല്ലേ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവള് ജോലിക്കെന്നും പറഞ്ഞ് പോണ കാണാം. പിന്നെ വൈകുന്നേരം ഒരു 6-6:30 ആകുമ്പത്തേന് കയറി വരും. പിന്നെ വൈകുന്നേരത്തേനുള്ളതൊക്കെ ഉണ്ടാക്കും. ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നതല്ലേ. അവൾക്ക് ഇവിടെ പരമസുഖം. എന്താ സുഖത്തിനൊരു കുറവ്? പരമസുഖമാ. എന്റെ പൊന്നുലതേ, ഒന്നും പറയണ്ട. എന്റെ കൊച്ചാണെങ്കിൽ ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുവാ. ആ വീട്ടിലാണെങ്കിൽ രാവിലെ എണീക്കണം. അവൾക്കാണെങ്കിൽ രാവിലെ എണീക്കണ ശീലമില്ല. ലതയ്ക്ക് അറിയാലോ, ഇവിടെ ആകുമ്പോ 10 മണി വരെ കിടന്നുറങ്ങണ കൊച്ചാ. അവിടെ ചെന്നേ പിന്നെ രാവിലെ 5 മണിയാകുമ്പോ എണീക്കണം. അവിടുത്തെ സകല പണിയും ചെയ്യണം. ചോറ് വെക്കണം, കറി വെക്കണം, ഉച്ചക്കത്തേനുണ്ടാക്കണം. പിന്നെ വീടും എല്ലാം തൂത്ത് തുടച്ച് ഇട്ട് അവന്റെയും തുണി അവളുടെയും തുണി അവിടുത്തെ വീട്ടുകാരുടെയും തുണി അലക്കി ഇടുമ്പത്തേനും എന്റെ കൊച്ചങ്ങ് അവശതയാവുക. പിന്നെ ഉള്ള ജോലിയും കൂടെ അവള് വേണ്ടെന്ന് വെച്ച് ഈ വീട്ടിലത്തെ പണി കാരണം. ഇങ്ങനെ ഒരാളെ കഷ്ടപ്പെടുത്താവോ എന്റെ ലത? ഇത് ന്യായമാണോ? എന്റെ കൊച്ചവിടെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുവാന്നേ.